ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഞാൻ FCRIയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പാർട്ട് 2 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്പർ 1300 ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് യാഥാർത്ഥ്യം എന്താണോ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്കൊക്കെ അതൃപ്തി ഉണ്ടായിട്ടുണ്ടാവാം. അതിനുള്ള ഉത്തരവും കൂടി ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മതപരമായ നിലപാടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ രീതിയിലുള്ള ആശയങ്ങളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. തെറ്റാണെന്ന് പറയുന്നവർ കൃത്യമായിട്ടുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കണം. എന്താണ് തെറ്റെന്നുള്ളത് എഴുതണം. അല്ലാതെ വെറുതെ തെറ്റെന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. അത് ശരിക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള താല്പര്യങ്ങളിൽ ഊന്നി നിൽക്കുന്ന അഭിപ്രായമായിട്ട് മാത്രമാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. യാഥാർത്ഥ്യം എന്താണോ അത് ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിവേ, നമ്മൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമണങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ നടത്തുകയാണ്. അതായത് മാസങ്ങളോളം തിരിച്ചടിക്കാതിരുന്ന ഹെസ്ബുള്ള ഇന്നലെ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ തിരിച്ചടിച്ചതിൽ 3 ഇസ്രായേലി സോൾജേഴ്സിന് പരിക്കേറ്റിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇസ്രായേൽ വീണ്ടും ശക്തമായ രീതിയിൽ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. 3 IDF സോൾജേഴ്സിന് പരിക്കേറ്റതിനെ തുടർന്ന് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ 11 ഹെസ്ബുള്ള മെമ്പേഴ്സ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്നത്. الله أكبر الله أكبر هدول راحت بيتي هون بس مش عارفة بالضبط حد البيت. الله أكبر الله أكبر مجزرة مجزرة. ايه يا محمد انا سجلت بس تعال عندي تعال. അതുമാത്രമല്ല, ഗാസയ്ക്കുള്ളിലും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഹുദൈഫ സുലൈമാൻ ഖലീൽ എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. IDFൻ്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് മെമ്പറാണ്. സദൻ ഗാസയിലെ IDF നടത്തിയ ഓപ്പറേഷനിലാണ് ഈ വ്യക്തി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹുദൈഫ ഖാലിദ് സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഹമാസ് കമാൻഡറാണ്. അതിലുപരിയായിട്ട് ദേർ അൽ ബല, സലാൽദീൻ, അതുപോലെ സെൻട്രൽ ഗാസ ഈ മേഖലകളിലും ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. انزل كمان يا جبل كمان انزل يا عمي برا كنتوا قصف قصف يا اخوان قصف انزلوا واحد يطلع قصف يا اخوان كل السكان شردوا. الله اكبر يا عالم، اتفرج يا عالم، اتفرجوا على القذائف، قذائف عشوائيه.
مسافة عشوائية على دور المدنيين العزة. هاي زي ما انتم شايفين يا اخوان، حسبنا الله ونعم الوكيل. بين خيام الناس الحين مش قادر اتكلم. ايمن سمعان تعال ضربه هنا علينا ضرب. അതായത് ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഗാസയിൽ സെക്കൻഡ് ഫേസ് പീസ് അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്നലെ 2 സ്ഥലങ്ങളിൽ എർത്ത് ക്വൈക്ക് സംഭവിച്ചിട്ടുണ്ട്. 7.7 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്തോനേഷ്യയിലുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയിനിൽ ഒരു മൈൽഡ് ഭൂചലനം. സ്പെയിനിൽ ഒരു മൈൽഡ് ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്ക 40 രാജ്യങ്ങളിലൂടെ ചൈനീസ് പ്രോഡക്റ്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ റീബ്രാൻഡിങ് ചെയ്ത് എത്തുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കാനഡ, മെക്സിക്കോ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെയൊക്കെ പേര് ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്ക ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കെയർഫുള്ളായിട്ട് സാധനങ്ങൾ കയറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിരോധനം ഏർപ്പെടുത്തും, അല്ലാന്നുണ്ടെങ്കിൽ താരിഫിൽ വേരിയേഷൻ വരുത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ വൈൽഡ് ഫയർ, ക്ലൈമറ്റ് ചേഞ്ച് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. UK മൊബൈലുകളിലൊക്കെ വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഈ ടെമ്പറേച്ചർ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഹീറ്റ് വേവ്. അതേപോലെ മോണ്ടിനീഗ്രോയിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ വൈൽഡ് ഫയറാണ്, കാട്ടുതീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ എമർജൻസി അലേർട്ടാണ് കൊടുക്കുന്നത് സിവിയർ ഹീറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഹൈ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യയിലും അതേപോലെ വൈൽഡ് ഫയർ പടർന്ന് പന്തലിക്കുകയാണ്. അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ ഫ്ലമിംഗോ മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ട് റഷ്യയ്ക്കുള്ളിൽ മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് റഷ്യയുടെ ഒരു സ്പേസ് സെൻറ്ററിന് തൊട്ടടുത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഉക്രൈൻ. ഇതിൽ വൻ നാശനഷ്ടങ്ങൾ റഷ്യയ്ക്ക് സംഭവിച്ചതായിട്ട് വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ സൈഡിൽ നിന്നും ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ സ്പേസ് സെൻറ്ററിൻ്റെ അടുത്ത് അറ്റാക്ക് നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതിനെ തുടർന്ന് റഷ്യ ആണെന്നുണ്ടെങ്കിൽ 152 ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ഡ്രോൺ ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീപ്പിംഗ് ഡ്രോൺ, ലാറക് ഡ്രോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ലാറക് ഡ്രോൺ കൃത്യമായിട്ട് ഉറങ്ങിക്കിടക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൂടെ മിലിറ്ററി വെഹിക്കിൾ പാസ് ചെയ്ത് പോകുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ടേക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് അതിലേക്ക് ആക്രമണങ്ങൾ നടത്തും. അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതിൻ്റെ വീഡിയോ ഫുട്ടേജ് റഷ്യ
പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹൂത്തികളാണെന്നുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് യമൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ മൊക്ക എന്ന് പറഞ്ഞ ആ ഒരു പോർട്ട് വീണ്ടും ഹൂത്തികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആ പോർട്ട് ഇപ്പം ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതിലൂടെയാണ് ആയുധങ്ങളായിക്കോട്ടെ അതേപോലെ പല സാധനങ്ങളും ഈ സൗദി ബാക്ക്ഡ് യമനികൾക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പോർട്ട് ഇപ്പം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഞാൻ ഈ ഹൂത്തികളുടെ മാപ്പ് ഇവിടെ കാണിക്കാം. ഈ ഹൂത്തികളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയയാണ് അതിനകത്തുള്ളത്. അതിൽ നിന്നും ചെറിയൊരു പോർഷൻ ആ ബാബൽ മന്ദേബ് റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഹൂത്തികൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ശരിക്കും സൗദി അറേബ്യയുടെ വീക്ക്നെസ് അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് യമനികളുമായിട്ട് നടത്തുന്ന യുദ്ധത്തിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സൗദി അറേബ്യയുടെ വീക്ക്നെസ് മനസ്സിലാകുന്ന തരത്തിലാണ് സൗദി അറേബ്യ ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകൾക്ക് നേരെ ഹൂത്തികൾ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 70% ആക്രമണങ്ങൾ ഹൂത്തികളാണ് നടത്തുന്നത്. 30% ആക്രമണങ്ങൾ മാത്രമാണ് സൗദി ബാക്ക്ഡ് യമനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഇപ്പോൾ ഇതിനകത്ത് നേരിട്ട് ഇറങ്ങിയാൽ പോലും സൗദി അറേബ്യയ്ക്ക് ഒരു ഡോമിനേഷൻ കിട്ടാത്ത രീതിയിലാണ് ഹൂത്തികൾ അവരുടെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ ഹൂത്തികൾ കൂടുതൽ ആക്രമണങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്നും നിരവധി സ്ഥലങ്ങൾ കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും യാഥാർത്ഥ്യമാണ്. സൗദി അറേബ്യയുടെ ആ ഒരു ലെഗസി അത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് UAEയുടെ 2 കപ്പലുകളാണ് IRGC കത്തിച്ച് കളഞ്ഞത്. അതുപോലെ ഇന്നലെ വീണ്ടും ഒരു അഡ്നോക്ക് കപ്പലിന് മേൽ IRGC ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അഡ്നോക്കിൻ്റെ 3ാമത്തെ കപ്പലിന് നേരെയാണ് IRGC ഈ ലാസ്റ്റ് 24 hours അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ ഒരു കൂടിക്കാഴ്ച. അതിൽ അവർ പഴയ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് വീണ്ടും എലോൺ മസ്ക് 100 മില്യൺ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മിഡ് ടേം ഇലക്ഷനിൽ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് എലോൺ മസ്ക്. 100 മില്യണെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എലോൺ മസ്കിന് തന്നെ തിരിച്ചടിയാവും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് എലോൺ മസ്ക് ഇപ്പം ട്രംപുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ എലോൺ മസ്ക് ഇപ്പോൾ ഒരു 100 മില്യൺ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇനിയാണ് ഏറ്റവും ഹൈലൈറ്റ്, ഖത്തർ ഇറാന് കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. അത് വേറെ ഒന്നുമില്ല, കഴിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ്റെ Su-24 കാറ്റഗറിയിൽപ്പെട്ട 2 വിമാനങ്ങൾ ഖത്തറിൻ്റെ എയർ സ്പേസിൽ എത്തിയപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഖത്തറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 2 ഇറാനിയൻ വിമാനങ്ങൾ ഡൗൺ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ ഒരു ഫൈറ്റർ ജെറ്റിൽ 2 പൈലറ്റുമാർ വെച്ചിട്ട് 4 പേരുണ്ടായിരുന്നു. അതിലൊരു പൈലറ്റ് കൊല്ലപ്പെട്ടു. അപ്പോൾ കൊല്ലപ്പെട്ട പൈലറ്റിൻ്റെ മൃതദേഹം ഖത്തർ കൈമാറാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇറാൻ അതിനെ നിരസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ പൈലറ്റും ഇല്ല ഫൈറ്റർ ജെറ്റും ഇല്ല എന്നുള്ള പേരിലൊക്കെ ഇറാൻ ബ്ലൈൻഡ്ലി അതിനെ ഡിനൈ ചെയ്തുകൊണ്ട് ഈ മൃതദേഹം വാങ്ങിക്കാൻ പോലും കൂട്ടാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരുന്നത്. അവസാനം DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി ഇറാന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അവർ ആ മൃതദേഹം വാങ്ങിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ഒരു മൃതദേഹം കൈമാറി. മറ്റുള്ള 3 പൈലറ്റുകൾ എവിടെ പോയി എന്നറിയാത്ത രീതിയിലുള്ള രഹസ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എവിടെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇന്നലെ ഖത്തർ ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുകയാണ്. ഇറാൻ്റെ മറ്റു 3 പൈലറ്റുമാരും ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്, ജീവനോടെ തന്നെ ഉണ്ട്. ആ 3 പൈലറ്റുമാരെയും തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷൻ ടേബിളിൽ വന്നിരിക്കണം. ഇതാണ് ഖത്തറിൻ്റെ നിർദ്ദേശം. നെഗോസിയേഷന് വേണ്ടിയിട്ട്, അതായത് ഖത്തറാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക എടുത്ത് ഇറാന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത് ഈ യുദ്ധം നിർത്തിവെക്കാനും ഞങ്ങളാണ് ഗ്ലോബൽ മീഡിയേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ കൊണ്ട് നടക്കാത്ത കാര്യം ഖത്തർ നടത്തി തീർക്കുമെന്നുള്ള രീതിയിൽ ഈഗോ ക്ലാഷാണ് എല്ലാം. ആ ഈഗോ ക്ലാഷിൽ അമേരിക്കയുടെ കാല് പിടിച്ച് ഇറാനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ വരുതിക്ക് വരുത്താം എന്നുള്ള ഉറപ്പ് ട്രംപിന് നൽകിക്കൊണ്ട് ഇറാൻ്റെ പുറകെ നടക്കുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ അമ്പിന് വില്ലിനും അടുക്കാത്ത അവസ്ഥയാണ്. ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ 3 പൈലറ്റുമാർ ഞങ്ങളുടെ പക്കലുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷനിൽ ടേബിളിൽ വന്നിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പം ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഇറാൻ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ 3 പൈലറ്റുമാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇറാൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. കാരണം ഇസ്രായേൽ ഇറാൻ്റെ നിരവധി ലീഡേഴ്സിനെ വധിച്ചു കളഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, പിന്നെ മരണം ഞങ്ങളെ തളർത്തുന്ന ഒരു വിഷയമല്ല. കാരണം അവർക്ക് മരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു റിച്വൽ ആയിട്ടുള്ളൊരു ശരിക്കും മരണം എന്ന് പറയുന്നത് അവർ ഒരു റിലീജിയസ് ജേണിയുടെ ഒരു ബിലീവിൻ്റെ ഭാഗമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് ശരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം
പുലുവിലയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ 3 പൈലറ്റുമാരുടെ ലൈഫിനും എന്ത് തരത്തിലുള്ള വാല്യൂ കൽപ്പിക്കുമെന്ന് നമുക്കറിയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇറാന്റെ വിഷയമാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 പൈലറ്റുമാരെയും വെച്ചുകൊണ്ട് ഇറാനെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ ഇച്ചിരി ഡൗട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇറാന് ഒരു ഷോക്ക് വേവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൻ്റെ അടുത്ത് അവർ ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ജസ്റ്റ് ഓൺലി ഫോർ 3 പൈലറ്റുമാർ. അവർ ഈ 3 പൈലറ്റുമാരുടെ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ ഖത്തറുമായിട്ട് ഒരു ചർച്ചയിലേക്ക് പോയി ഇരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.